ഈ വൈപ്പർ സ്വിച്ചും പൂർണ്ണമായിട്ട് കംപ്ലൈൻ്റ് അല്ല. വൈപ്പർ നമ്മൾ മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സ്പീഡ് 1-2 സ്പീഡിലും അതേപോലെ തന്നെ സിംഗിൾ ടാപ്പ് ഓപ്ഷനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വാട്ടർ സ്പ്രേ മോഡ് മാത്രമാണ് വർക്ക് ചെയ്യാത്തത്. അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇത് നന്നാക്കാൻ പറ്റില്ല. ഈ ഒരൊറ്റ പീസ് മൊത്തത്തിൽ തന്നെ മാറ്റണം. അതിന് ഞാൻ ഹുണ്ടായുടെ ഒറിജിനൽ സ്പെയർ പാർട്ട് തന്നെയാണ് വാങ്ങിയത്. ഇതിൻ്റെ വില 1057 രൂപയാണ്. വയറിംഗ് ഒന്നുമില്ല, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. പഴയ സ്വിച്ച് ഊരി എടുക്കുന്നതിന് മുമ്പ് സ്റ്റിയറിംഗിൻ്റെ മുകളിലും താഴെയുള്ള ആ ഒരു കവറിങ് ആദ്യം ഊരി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 സ്ക്രൂ ആണുള്ളത്. ഒന്ന് സ്റ്റിയറിംഗിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ, പിന്നെ താഴെ. ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരേ ഒരു സ്ക്രൂ ഡ്രൈവറാണ്. ഇത് സ്ക്വയർ ഹെഡാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫ്ലാറ്റ് ഹെഡ് ഉണ്ട്. ഫ്ലാറ്റ് ഹെഡ് നമുക്ക് വേണം. ഈ ആ ഒരു കവറിംഗ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ലോക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് ഹെഡ് വേണം. മൂന്ന് സ്ക്രൂ ഊരിയതിന് ശേഷം ജസ്റ്റ് ആ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ആ കേസിങ് അല്ല കവറിങ് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലോക്ക് ഈ ലെഫ്റ്റ് സൈഡ് ഓപ്പണായി. റൈറ്റ് സൈഡ് ആ കവർ ഓപ്പൺ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ കീ ഊരിയെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ കവറിങ് ഊരിയെടുക്കാൻ പറ്റില്ല. അതിനുശേഷം ആ ലോക്ക് ഒന്ന് പിടിപ്പിക്കണം. ആ ലോക്ക് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഈസി ആയിട്ട് കൈകൊണ്ട് തന്നെ വലിച്ചാൽ അത് ഊരിങ്ങ് കിട്ടും. അതേപോലെ തന്നെ മുകളിലത്തെ കവറും ഊരിയെടുക്കണം. സ്വിച്ച് ഊരിയെടുക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് അതിലേക്കുള്ള കണക്ഷൻ പിടിപ്പിക്കണം. ഇങ്ങനെ ഒരു കണക്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ വയേഴ്സ് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കണക്ടർ ഇന്ന് ഊരിയെടുക്കാം. അതിനുശേഷം ഒരു ലോക്ക് കൂടി ഓപ്പൺ ചെയ്യാനുണ്ട്. എന്നാലേ നമുക്ക് ഈ സ്വിച്ചിങ് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് സ്ക്രൂ ഡ്രൈവറിൻ്റെ ഫ്ലാറ്റ് ഹെഡ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലോക്ക് ഓപ്പൺ ആയി നമുക്ക് ഈ സ്വിച്ച് പുറത്തേക്ക് ഊരിയെടുക്കാൻ പറ്റും. പുതിയ സ്വിച്ച് എടുത്ത് നമുക്ക് ആ സെയിം മെത്തേഡിൽ തന്നെ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ആ സ്ലോട്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ആ ലോക്ക് ആയിട്ടുണ്ട്. ഒരു ഇത് ടൈറ്റായി, നിങ്ങൾ തിരിച്ച് ഊരി വരില്ല. അതിനുശേഷം ആ കണക്ടർ നമ്മൾ കണക്ട് ചെയ്യണം. പുതിയ സ്വിച്ച് പിടിപ്പിച്ചതിന് ശേഷം വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുന്നുണ്ട്. ഊരിയതുപോലെ തന്നെ പഴയ ആ കവർ സ്റ്റിയറിംഗിൻ്റെ താഴെ മുകളിലുള്ള കവർ പഴയ പോലെ ഇട്ടു. സ്ക്രൂകളെല്ലാം ടൈറ്റ് ചെയ്തു. വൈപ്പർ വർക്കിംഗ് ഓക്കെയാണ്. എല്ലാ മോഡിലും വർക്കിംഗ് ഓക്കെയാണ്. അതേപോലെ തന്നെ ആ വാഷറും വർക്കിംഗ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഈ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ വാട്ടർ സ്പ്രേ ചെയ്യുന്ന പമ്പും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഷോപ്പിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പമ്പിലേക്ക് സപ്ലൈ വരുന്നില്ല. അപ്പോൾ ഈ സ്വിച്ചിന് തന്നെയാണ് കംപ്ലൈൻറ്റ് എന്നുള്ള ഉറപ്പ് ആയതുകൊണ്ടാണ് ഞാൻ സ്വിച്ച് മാറ്റിയത്.